ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്കോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിൽ കടുങ്ങല്ലൂർ തന്നെയാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ആട് വളർത്തൽ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ആട്ടും കൂടും കുറച്ച് ആടിനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരാടിൽ നിന്നാണ് ഈ പുറകിൽ കാണുന്ന ആടിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കർഷകനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സുഹൃത്ത് വിഘ്നേഷ് എന്നാണ് പേര്. കഴിഞ്ഞ 3 വർഷമായിട്ട് ആട് വളർത്തൽ മേഖലയിൽ സജീവമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളോട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. എന്ത് ഇനത്തിൽപ്പെട്ട വളർത്തി പരിപാലിക്കുന്നത്? കാരണം മലബാർ ആടിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അപ്പൊ അങ്ങനെ അതിന്റെ പിൻതലമുറയിലുള്ള ആട്ടുകുട്ടികളാണ് അവിടെ ഉള്ളത്. പ്യുവർ മലബാറി ബ്രീഡ് ആട് മാത്രം ചെയ്യുന്നതുകൊണ്ട് ലാഭകരമായിട്ട് ഈ ഒരു സംരംഭം കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ടോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ലാഭകരമായിട്ട് തന്നെ പോകും. കാരണം പലരും പറയുന്നുണ്ട് ഹൈബ്രിഡ് ആടുകളിൽ മാത്രമാണ് ഇത് സംരംഭം ലാഭകരമാവുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ മലബാറി ആടുകളിലാണ് കുറച്ചും കൂടി ലാഭകരമാവുന്നതാണ് ആള് പറയുന്നത്, കാരണം രോഗപ്രതിരോധ ശേഷിയുടെയൊക്കെ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ ആട് എത്ര പ്രസവം കഴിഞ്ഞതാണ്? 3-4 പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ആടാണ് നമ്മുടെ ഇവിടെ തുടക്കത്തിൽ, കാരണം ഇവരുടെയൊക്കെ പാരൻസ് സ്റ്റോക്ക് ആയിട്ട് ഇവിടെ വന്ന ഒരു പെണ്ണാടാണ് ഇതിപ്പോൾ 5ാമത്തേതിന് ക്രോസ് ചെയ്ത് നിർത്തിയേക്കാണ് ഇവര്. ഇതതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടിയാണ്. അവരുടെ ആടുകൾ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നേക്കുന്ന ആടുകളാണ്. അപ്പോൾ പിന്നീട് എന്തൊക്കെ രോഗങ്ങളാണ് ആടിന് വന്നിട്ടുള്ളത് ഇവിടെ? വയറിളക്കം മാത്രം വന്നിട്ടുള്ളൂ. വയറിളക്കത്തിന് എന്താണ് ഇവിടെ മരുന്നായിട്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ മരുന്നാണ് അപ്പോൾ ഇവിടെ ആടുകൾക്ക് ഇതുവരെ വന്ന രോഗങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്? എന്തൊക്കെ രോഗങ്ങളാണ് വന്നിട്ടുള്ളത്? വയറിളക്കം, പിന്നെ വയറിളക്കത്തിൻ്റെ മരുന്ന് പറയാനായിട്ട് ബയോട്രിൻ. അതെങ്ങനെ കൊടുക്കും? കുറച്ചും കൂടി എടുത്തിട്ട് ശർക്കര അതിനോട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ നിങ്ങളുടെ മുട്ടനാട് ബ്രീഡിംഗ് ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നോ, അത് ആ പുറത്ത് കൊണ്ടുപോയി ബ്രീഡ് ചെയ്യിച്ചാണോ പത്താം മലബാർക്ക് നിങ്ങൾ ഇറക്കിയിരുന്നത്? ഇവിടെ ഒരു മലബാറിയുടെ നല്ലൊരു ക്വാളിറ്റി മുട്ടനുണ്ട്, അത് കൊടുത്തു പോയതാണ്. അപ്പോൾ പിന്നീട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടിപ്പോൾ എത്ര ആട് വളർത്തലിന് എന്തൊക്കെ രീതിയിൽ ഇൻകങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? കാഷ്ടത്തിൻ്റെ സെയില്, പാലിൻ്റെ സെയില്, കുട്ടികളുടെ സെയില്, എന്താണ് ഇവിടെ മെയിനായിട്ടും സെയിലുള്ളത്? പാലും സെയില് പിന്നെ കുട്ടികൾ. അതായത് ഇവിടെ പാലും ആടിൻ്റെ കുട്ടികളുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എൻ്റെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.